അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്തായിട്ട് ജസീല എന്ന് പറയുന്ന 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സഹോദരി മരണപ്പെടുകയെന്ന് വെച്ചാൽ സൂസൈഡ് ചെയ്യുകയാണ്. എല്ലാത്തിനും സൊല്യൂഷനായിട്ട് സൂസൈഡാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ ഈ സൂസൈഡ് എന്ന് വരുമ്പോൾ, ആത്മഹത്യ എന്ന് വരുമ്പോൾ തന്നെ എല്ലാവരും നല്ലോണം ഭയക്കുന്ന അല്ലെങ്കിൽ വലിയൊരു തെറ്റായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്ത് വന്നാലും അതിന് ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആത്മഹത്യ തന്നെയാണ്. ഈ അടുത്ത് മറ്റേ എക്സാമിൽ മാർക്ക് നല്ലത് വന്നില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും വീട്ടിൽ ഇഷ്യൂ ഉണ്ടായാൽ, അതല്ലെങ്കിൽ മറ്റെന്ത് കാരണം വന്നാലും ഇതാണ് അവസാനമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും മാറ്റണം. അതിനെ പിന്നിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷനായിട്ട് അള്ളാഹു നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ലാതെ നമ്മുടെ ജീവിതം വെറുതെ ഇങ്ങനെ കളയാനുള്ളതല്ല എന്ന് നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. ഇത് മറ്റുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഈ റമദാൻ മാസത്തിൽ തന്നെ ജസീല എന്ന് പറയുന്ന 24 വയസ്സ് മാത്രം പ്രായമുള്ള കാസർഗോഡിലാണെന്ന് തോന്നുന്നു വീട്. അപ്പോൾ ആ ഒരു സഹോദരി ജീവൻ തന്നെ അങ്ങ് ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് പുറത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് ആദ്യം തന്നെ പ്രാർത്ഥിക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ചില വീഡിയോസിൻ്റെ വിഷയങ്ങളും നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ച് തരാം. ആദ്യം നമുക്ക് ആ ജസീല എന്ന് പറയുന്ന ആ പൊന്നു സഹോദരി മരണപ്പെടുന്നതിന് മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയാൻ പറ്റില്ല, എന്താണ് ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ ആ വീഡിയോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെയാണ് ആ പൊന്നു സഹോദരി തൻ്റെ ജീവൻ ഒടുക്കിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ വയ്ക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാനെടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും അറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാനേതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് പോയിട്ട് റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കവര്. ഹസ്ബൻഡിന്റെ വീട്ടുകാർ എല്ലാരും അറിഞ്ഞില്ല കാര്യം. എന്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. എല്ലാരും മരിക്കേണ്ട അവസ്ഥയില്ല. എന്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എന്റെ ഫ്രണ്ടും അഫ്രീദിന്റെ ഉമ്മ അപ്പ അവർ വീട്ടുകാരെടുക്കാൻ എന്നെ നാണം കെടുത്തിട്ട് വന്നിട്ട് 2 പേര് ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിട്ട് പോയി. എന്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവര് നിന്റെ ഭാഗത്ത് തന്നെ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എന്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിന്റെ ഉമ്മ അതിനധികം ജീവിച്ചിരിക്കില്ല. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്റെ സത്യം തടയാൻ വേണ്ടി മാക്സിമം ട്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കണില്ല. ഞാൻ മരിച്ചിട്ടാണെങ്കിൽ എന്റെ സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ കൊടുക്കണം. നിങ്ങൾ ജനങ്ങൾ എന്നെ കൊടുത്താലോ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ഒരു സമാധാനം ഉണ്ടായിട്ട് അവരെപ്പോഴും വിഷമിപ്പിച്ചോണ്ടെന്ന് ഇതിന് എല്ലാവർക്കും അറിയാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിച്ച് നിറച്ച് വെച്ച് എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ പോയി കൊടുക്കാനാ? ആ വീട്ടില് 9:30 പോലെ ഉണ്ടതുപോലെ എനിക്ക് കയ്യിലായിരുന്നു. എന്റെ മരണത്തിന്റെ ആയിഷ ബെഞ്ചിക്കോട് കോളനിയിലെ അവിടെയുള്ള ആൾക്കാര് എന്റെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡാണെങ്കിൽ എപ്പോഴും ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എനിക്ക് വേറെ പോയിസായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ എന്റെ മക്കളെ ഇവിടെ നിർത്താൻ പറ്റുമോ? ആരും നോക്കില്ല. അവരെന്നെ കൊണ്ടുപോവാ.
ഇതിന്റെ സത്യം എപ്പോഴെങ്കിലും തെളിഞ്ഞാല് ഞാൻ മരിച്ചിട്ട് എങ്ങനെയുണ്ട് സത്യം തെളിയണം. എത്ര ദിവസം, എത്ര നിമിഷം, എത്ര മണിക്കൂർ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ എൻ്റെ മക്കളും പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത അവരൊന്നും തന്നെ. ഇതാണ് അവസ്ഥ. എനിക്ക് സംസാരിക്കാൻ വായി തന്നെ വരുന്നില്ല, അത്രയും വിഷമമായിപ്പോയി. അപ്പോൾ ഇല്ലാത്ത ഒരു കുറ്റത്തിൻ്റെ പേരിലാണ് ഈ ജസീല എന്ന് പറയുന്ന ഈ പൊന്നു സഹോദരിയുടെ മേലിൽ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോലും പോയപ്പോൾ റിട്ടേൺ കംപ്ലൈൻറ്റ് പോലും അവിടെ എടുത്തിട്ടില്ല. അവിടുത്തെ പോലീസ് ആൾക്കാരൊക്കെ അതിനെ സമ്മതിച്ചിട്ടില്ല എന്നാണ് ആ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവരൊക്കെ സമ്മതിക്കും. ഞാൻ ഒരിക്കലും ഇവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യുന്നതല്ല. ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോൾ ഒരു മരണം, ഒരു ജീവൻ പോയതിന് ശേഷം ഇനി വരും, ഇനി വലിയ വലിയ അധികാരിമാരും മറ്റ് എല്ലാ ആൾക്കാരും ഇനിയുണ്ടാവും ഈ ജസീലനെ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ കേസ് തെളിയിക്കാനും. ഇനി എല്ലാവരും വരും. ഒരു ജീവൻ അവിടെ നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഒരു ജീവന് നഷ്ടപ്പെട്ടാൽ മാത്രമാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും അതിൻ്റെ പിന്നിൽ പോവുകയും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്ത് കൊണ്ടുവരികയും ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിപ്പോൾ കുറേ കേസസൊക്കെ നമ്മൾ കണ്ടതാണ്. കേരള മലയാളികൾ ഒന്നാകെ കുറേ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ജീവൻ ഒടുക്കിയതിന് ശേഷം തെളിയിച്ച് കളഞ്ഞ കുറേ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മരണം തന്നെയാണോ ഒരു സൊല്യൂഷൻ എന്ന് ജനങ്ങളുടെ തലയിലേക്ക് കുത്തിവെച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഈ ഒരു അവസരത്തിൽ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ജസീല എന്ന് പറയുന്ന പൊന്നു സഹോദരിക്ക് തൻ്റെ ജീവന് ആ പിഞ്ചു കുട്ടികളെ വിട്ട് പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. ആ ജീവനെ തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കിയിട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമില്ലായിരുന്നു. അതിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ഒന്നിരിക്കലും സോഷ്യൽ മീഡിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയ തന്നെയാണെന്ന് എനിക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്ത് വിഷയം വരുന്ന സമയത്ത് പോലും അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അത്രയും ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കേരള മലയാളികൾ ഒന്നടങ്കം നിന്ന് അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാവരും മുൻപന്തിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊന്നു ജസീലയുടെ ശരീരം നമുക്ക് മൃദുശരീരമായിട്ട് കാണേണ്ട അവസരം ഉണ്ടായിരിക്കില്ല എന്നായിരുന്നു എനിക്ക് തോന്നുന്നത്. ഏതായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരിയുടെ ആ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫ് നൽകട്ടെ, പുറത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതേപോലെ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണോ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതെല്ലാം പെട്ടെന്ന് തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും നല്ല നല്ല മാസങ്ങളിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നല്ല നല്ല ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വിഷമകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഡിസിഷൻ ഒരിക്കലും എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഒരിക്കലും ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾ കരുതേണ്ട. സുസൈഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വലിയൊരു എന്താ പറയുക, ഒരു സൊല്യൂഷൻ അല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രോബ്ലംസിന്. അതൊരു എൻഡിങ് മാത്രമാണ്. അതിൽ നിങ്ങൾക്ക് ഒരിക്കലും സൊല്യൂഷൻ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ടൊന്നും പറയാതെ നമ്മുടെ സിറാജുദ്ദീൻ കാസിം ഉസ്താദിൻ്റെ ഒരു വയലും കൂടി എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് കൂടുതലായിട്ടൊന്നും പ്ലേ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു അവസരത്തിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം. അതൊന്ന് ജസ്റ്റ് കേട്ട് നോക്കിയേ. Big dreams. കുറിച്ച് ചിന്തിക്കല്ലേ. ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത ഇല്ലാത്ത ദിവസം വളരെ കുറവാണ്. മോഷണക്കുറ്റം ആരോപിച്ചതിന്റെ പേരിൽ കാസർഗോഡ് 24 വയസ്സുകാരി ജസീല ജീവനൊടുക്കിയ ഭർത്താവും വീട്ടുകാരും അടക്കം ജസീലയെ കുറ്റപ്പെടുത്തിയെന്നും മകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും മാതാവ് മുംതാസ് അവള് പൊന്നെടുത്തിട്ട് കുറെ കരിഞ്ഞു പറഞ്ഞ പൊന്നെടുത്തിട്ട് ഉമ്മ എന്നെ പെണ്ണ പറയുന്ന അമ്മ വിശ്വസിച്ചത് ഞങ്ങൾക്ക് എൻ്റെ മോളെ വിശ്വാസം ഉണ്ടോ ഉറപ്പെടുക്കല കുറെ ഭീഷണിപ്പെടുത്തി സഹിക്കാൻ കഴിയാത്താണ് എൻ്റെ മോൾ പോയത്. 6-4 വയസ്സ് മാത്രമുള്ള 2 കുട്ടികളുടെ മാതാവാണ് ജസീല. താൻ നിരപരാധിയാണെന്ന് കരുതി പറയുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമായിരുന്നു ഇവർ വിഷം കഴിച്ചത്. ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത ഇല്ലാത്ത ദിവസം വളരെ കുറവാണ്. അല്ലാഹു തന്ന ആ ആയുസ് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ നാം സ്വന്തമായിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക.
മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് ലോകത്ത് വല്ലാതെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലേക്ക് ആത്മഹത്യ വല്ലാതെ, പണ്ട് ആത്മഹത്യ ചെയ്യുന്നത് വലിയൊരു പാവമായി കണ്ടിരുന്നൊരു കാലം. അള്ളാഹു തന്ന ആയുസ് എവനെങ്കിലും കുറച്ച് പൈസ മൂട്ടിച്ച് പറ്റിച്ചുകൊണ്ട് പോയപ്പോ അതിന്റെ പേര് കളയാനുള്ളതാണോ ആയുസ്? അല്ല. ഒരു പരീക്ഷ തോറ്റന്റെ പേര് കളയാനുള്ളതാ? പറ. അല്ല. ഏത് പരീക്ഷണം വന്നാലും മരണത്തെ കുറിച്ച് ചിന്തിക്കല്ലേ, മരണത്തെ ആഗ്രഹിക്കല്ലേ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ. അല്ലാഹുവിന്റെ ദീനവടെന്ന് പറയുകയാ. അതുകൊണ്ട് പടച്ച റബ്ബിനെ വിശ്വസിക്കൂ, അല്ലാഹു കൂടെയുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് സിറാജിന്റെ കൂടെയുണ്ടല്ലോ, അല്ലാഹ് ഓരോ മനുഷ്യന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, കടമില്ലാത്തവരില്ല, രോഗമില്ലാത്തവരില്ല, ദുഃഖമില്ലാത്തവരില്ല, പ്രയാസമില്ലാത്തവരില്ല, സമാധാനമില്ലാത്തവർ വളരെ കുറവാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ലാത്തവരില്ല. അല്ലാഹു തന്നിരിക്കുന്ന ജീവിതത്തിന്റെ വില എന്തെന്നറിയുമോ? അല്ലാഹു തന്നിരിക്കുന്ന ആയുസിന്റെ മഹത്വം എന്തെന്നറിയുമോ? അത് തൊലച്ച് കളയാനല്ല. കളച്ചവനെ പലരും ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി അതാ ആത്മഹത്യാ മുനമ്പിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ നരകാഗ്നിയിൽ ശ്വാസതമായി വീണുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പത്രമാധ്യമങ്ങളിലൂടെ നാം ഇന്ന് കണ്ടുവരുന്ന ഒരു വാർത്തയാണ് ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ പ്രായമുള്ളവരും യുവാക്കളുമെല്ലാം അവരുടെ ജീവിതം ഇങ്ങനെ അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ നാം ഇങ്ങനെ വല്ലാതെ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അല്ലാഹു തന്ന ആയുസ്, ആ ആയുസ് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ നാം സ്വന്തമായിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക. മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് ലോകത്ത് വല്ലാതെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലേക്ക് ആത്മഹത്യ വല്ലാതെ, പണ്ട് ആത്മഹത്യ ചെയ്യുന്നത് വലിയൊരു പാവമായി കണ്ടിരുന്നൊരു കാലം. അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് പണ്ടുള്ള തലമുറയ്ക്ക് അറിയാമായിരുന്നു. പുതിയ തലമുറ അത് മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ചു, എല്ലാം ഇതോടുകൂടി തീർന്നു പോകുമെന്നുള്ള ഇന്നത്തെ തലമുറയുടെ ഒരു വിചാരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നത് അധികരിപ്പിക്കുന്നത്. ഭൂരിഭാഗം ആൾക്കാരും ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോൾ അതോടുകൂടി ആത്മഹത്യ കൊണ്ട് പരിഹാരം കാണുന്നവര്, ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു തന്നിരിക്കുന്ന സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയാ പലരും ഇതൊക്കെ ചെയ്യുന്നത്. ആത്മഹത്യ തീവ്രമായ വൈകാരിക വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് പലരും ആത്മഹത്യ കാണുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ബാധ്യതകളോ ഇതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിന് പരിഹാരമായി, ഇതിൽ നിന്നൊക്കെ ഒരു ഒളിച്ചോട്ടമായി രക്ഷപ്പെടാൻ വേണ്ടിയാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മഹത്യയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ ഇത്? ഒരു ആത്മഹത്യ ചെയ്യുന്നതിന്റെ പേരിൽ ജീവിതത്തിലെ പ്രയാസം മാറുമെന്നാ തോന്നുന്നേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. എന്നാൽ ആത്മഹത്യ പ്രശ്നങ്ങൾക്കൊരിക്കലും പരിഹാരമല്ല. പ്രശ്നങ്ങളെ ധീരമായി നേരിടുന്നതിന് പകരം വീരുവിനെ പോലെ ഒരു കയറിലോ ഒരു വണ്ടിയുടെ മുന്നിലോ അല്ലെങ്കിൽ അല്പം മരുന്നടിക്കലോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അള്ളാഹു തന്ന ഈ ആയുസ് അത് ഒളിച്ചോട്ടമെന്നാണ് അതിൽ പറയുക. അത് വലിയൊരു ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മഹത്യയിൽ നിന്ന് ഈ വളർന്നു വരുന്ന തലമുറയെ നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയുക? അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് തന്നെ ഉസ്താദിൻ്റെ ചാനലിൽ വീക്ഷിക്കാവുന്നതാണ്. ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ ലാഗടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാ വരും തലമുറക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളുടെ പ്രോബ്ലംസിന് ഒരിക്കലും ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ല. ചിന്തിക്കുക. ഇൻഷാ അല്ലാ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.